കാർഷിക സർവകലാശാലയിൽ ഫീസ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ബി അശോകനെതിരെ SFI സമരം നടത്തുകയാണ്. അദ്ദേഹത്തെ പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ സമരം ഇത്ര വലിയ രീതിയിൽ നടത്തുന്നത്? അല്ല, അദ്ദേഹത്തെ സത്യത്തിൽ പിരിച്ചുകൊണ്ടാണ്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ നേരത്തെ തന്നെ ഗവൺമെൻറ് ഈ സർവീസിൽ കയറുമ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ പിരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ പിരിച്ചുവിട്ടിരുന്നെങ്കിൽ ബി അശോക് യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ്, നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണ്, സിവിൽ സർവീസ് പരീക്ഷയിൽ 100 റാങ്കിനകത്ത് വന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 60 റാങ്കാറ്റാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം അത്രയും മിടുക്കനായിട്ടുള്ള ഒരാളാണ്. അവർക്ക് പണിയെടുക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇത് ഗവൺമെൻറ് എന്ന് പറയുന്നത്. കേരളത്തിലാണ് ഇത്തിരി ഭേദം ഉണ്ടായിരുന്നത്, കേരളത്തിൽ ഒട്ടും പറ്റുന്ന സ്ഥലമല്ല. അതായത് അന്ന് തന്നെ നമ്മൾ പിരിച്ചു വിട്ടിരുന്നെങ്കിൽ അദ്ദേഹം വേറെ വല്ല പ്രൈവറ്റ് കമ്പനിയിൽ പോയി വിദേശത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് വളരെ സുഖമായിട്ട് സുന്ദരമായിട്ട് ഇന്ന് എന്ത് ചെയ്യായിരുന്നു, മനസ്സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിൻ്റെ കാര്യം അറിയോ? ഈ ബി അശോകിനെതിരെ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് കുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ തമ്മാടി പുറത്തു പോകൂ, രാജിവെച്ച് പുറത്തു പോകുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആദ്യം പ്രകടനം നടത്തി നമ്മുടെ SFIയുടെ നേതാവായിട്ടുള്ള ശിവപ്രസാദ് അടക്കമുള്ള ആളുകൾ. അപ്പോൾ അയാൾ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഔദ്യോഗിക കൃത്യമായി വേറൊരു സ്ഥലത്തായിരുന്നു. അദ്ദേഹം നേരെ ട്രെയിനിന് വന്ന് ഇറങ്ങുന്നു. തമ്പാനൂരിൽ നിന്ന് എത്തിയപ്പോൾ തമ്പാനൂർ കാറിലേക്ക് എത്തിയപ്പോൾ ഇവർ ഭാഗ്യത്തിന് എന്ത് ചെയ്തു മനസ്സിലായ? മറ്റേ ശ്രീനിവാസൻ സാറിന് അനുഭവം ഉണ്ടായില്ല, ഭാഗ്യത്തിന് വേണ്ടി കർണക്കുറ്റിക്കിട്ട് അടിച്ചിട്ടില്ല. അപ്പോൾ കർണക്കുറ്റിക്കിട്ട് അടിക്കാതെ ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഷിബിലി ഈ പറഞ്ഞ സംഭവം ഇപ്പം ഉണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു 2000 കോടി രൂപയിലധികം വരുന്ന ലോകബാങ്ക് സഹായത്തോടു കൂടി നടക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ 2000 കോടി രൂപയുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു കൃഷി വകുപ്പിലേക്ക് ഈ പറയുന്ന പോലെ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുത്തേക്കുന്ന 2000 കോടി രൂപയാണ്. ആ 2000 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞൊരു പത്രവാർത്ത വന്നു കേരളത്തിൽ. ആ പത്രവാർത്ത വന്നപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയന് മനസ്സിലായി ഇത് എവിടെ നിന്ന് ചോർന്നേക്കണമെന്ന് മനസ്സിലായിട്ട് പുള്ളി എന്ത് ചെയ്തു, അന്വേഷിക്കാൻ വേണ്ടി ഡോക്ടർ ബി അശോകിനോട് പറഞ്ഞു. ഓക്കെ, ഇതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അത് പറഞ്ഞാൽ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി ബി അശോകിനോട് ബി അശോക് എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഗംഭീരമായിട്ട് അന്വേഷിച്ച് ഒരു കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നേരെ എന്ത് ചെയ്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ആ മുഖ്യമന്ത്രി കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയാമോ? എന്താണ്? ഇത് ചോർന്നേക്കണത് കൃഷി വകുപ്പിൽ നിന്നല്ല, അതുപോലെ PR&D നിന്നുമല്ല, പകരം ഇത് ചോർന്നേക്കണത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് രഹസ്യമായിട്ട് അദ്ദേഹത്തോട് പറയുകയോ ഒളിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം ഇദ്ദേഹം ഈ റിപ്പോർട്ട് കൊടുത്തു. മാത്രമല്ല ആ റിപ്പോർട്ട് പത്രത്തിൽ വന്നു. ആ റിപ്പോർട്ട് പത്രത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ പെട്ടെന്ന് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പൂട്ടാറായിരിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. പകുതി പൂട്ടി ഇനി മുഴുവൻ എന്ത് ചെയ്താൽ മതി, അരക്കിട്ട് പൂട്ടിയാൽ മതി. ആ പൂട്ടാറായിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി. അപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കാർഷികോൽപാദന കമ്മീഷണറാണ്, കൂടാതെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കൃഷി വകുപ്പിൽ, കൃഷി വകുപ്പിൻ്റെ ഏറ്റവും വലിയ സെക്രട്ടറിയാണ്, കൂടാതെ അദ്ദേഹം കാർഷിക സർവകലാശാലയുടെ VC ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ എന്താണെന്നറിയാം, അത് സാധാരണ ജൂനിയർ ആയിട്ടുള്ള ഒരു IAS ഇരിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ പോസ്റ്റ് എന്ത് ചെയ്ത് അയാളെ എങ്ങനെയെങ്കിലും അപമാനിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് വരുത്തി. സ്ഥാപനം അവിടെ തന്നെ, മനസ്സിലായ? അമ്പലം ചെറുത് തന്നെ, പക്ഷേ പ്രതിഷ്ഠ എന്ത് ചെയ്യുക, വലുതാക്കുക എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്തു, വലുതാക്കിയിട്ട് എന്ത് ചെയ്തു, നേരെ ഈ സോപ്പ് കമ്പനിയുടെയൊക്കെ ഇരുത്തുന്ന പോലെ തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് ഇരുത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇദ്ദേഹം ഈ ശ്രമിച്ചതിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഓണം ഹോളിഡേയ്സ് ഒക്കെ വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കേസൊക്കെ നോക്കുന്ന ട്രിബ്യൂണലിൻ്റെ ബെഞ്ച്, ഇവിടെ കോടതി ഒരു ബെഞ്ച് എന്തുണ്ട്, എറണാകുളത്തുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതിനു മുമ്പ് വേറൊരു കാര്യത്തിൽ ഇതുപോലെ സ്റ്റേ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്റ്റേ മേടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഓണം ഹോളിഡേയ്സ് നോക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. അപ്പോൾ ഓണം ഹോളിഡേയ്സ് നോക്കിയപ്പോൾ പുള്ളി പാവമൊന്നും ചെയ്യാറില്ല. പുള്ളി തന്നെ വന്ന് ഒരു ഹർജി തയ്യാറാക്കി ഇവിടെ കൊടുത്ത് ഓണത്തിന് ശേഷം തുറന്നപ്പോഴത്തേക്കും എന്ത് ചെയ്ത് പുള്ളിക്ക് സ്റ്റേ കിട്ടി. അപ്പോൾ സ്റ്റേ കിട്ടിയപ്പോൾ പുള്ളി ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ പുള്ളിയെ ട്രാൻസ്ഫർ ചെയ്ത് പുള്ളി അറിഞ്ഞിട്ടുണ്ടായില്ല. പുള്ളി അറിയുന്നൊരു വാട്സപ്പ് കൂട്ടായ്മ എന്നാണ് IAS. പകരം അതിന് മുമ്പ് തന്നെ ടിങ്കു ബിസ്വാൾ എന്ന് പറയുന്ന മറ്റൊരു സമർത്ഥയായ ഉദ്യോഗസ്ഥനുണ്ട്. ആ സമർത്ഥയായ ഉദ്യോഗസ്ഥയോട് പറഞ്ഞു, ഇവൻ കസേര തരാനോ ചാർജ് കൈമാറാനോ നിൽക്കണ്ട, താൻ പോയി ചാർജ് എടുത്തോന്ന് ഡോക്ടർ ജയതിലക് പറഞ്ഞു. ജയതിലക് വളരെ മിടുക്കനായൊരു ചീഫ് സെക്രട്ടറിയാണ്. മറ്റേ നമുക്ക് താങ്കൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, N പ്രശാന്തായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ള ജയതിലക് വലിയ അഴിമതിക്കാരനാണെന്നൊക്കെ ആരോപണവും പേരും പ്രശസ്തിയുമുള്ള ഒരാളാണ് ജയതിലക് എന്ന് പറയുന്നത്. മനസ്സിലായി? വെഞ്ചൻസിനും വൈരാഗ്യത്തിനും ഒക്കെ പ്രഗത്ഭനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹമാണ് ചീഫ് സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു, ടിങ്കു യു ക്യാരി ഓൺ എന്ന് പറഞ്ഞു. മറ്റേ ഇല്ല ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ സിനിമയിൽ കാണുന്ന പോലെ മോഹൻലാൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കസേരയില്ല, കസേരയിൽ മറ്റേ നന്ദിനി എന്ന് പറഞ്ഞാൽ പെണ്ണ് കയറിയിരിക്കണ പോലെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ടിങ്കു ബിസ്വാൾ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം പോന്നു. ഇദ്ദേഹം വന്ന് സ്റ്റേ മേടിച്ച് നേരെ തിരിച്ചു തന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും അദ്ദേഹം ചാർജ് എടുത്തു. അപ്പോൾ ചാർജ് എടുത്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇത് നിയമപരമായിട്ട് ഇത് തലവേദനയാണ് ഇയാളെ കൊണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ നമ്മുടെ എന്ത് ചെയ്തിട്ടുള്ളത്, SFIക്കാർ അങ്ങോട്ട് ഇറക്കി വിട്ടു.
ആ SFIക്കാരെ ഇറക്കി വിടുമ്പോൾ ഇതിനകത്തുള്ള അസംബന്ധം എന്താണെന്നറിയാമോ? ഈ ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ പറഞ്ഞിട്ടുണ്ട്, ഇത് അന്തിമമല്ല, ഇത് നിരക്ക് വർധന പ്രാബല്യത്തിലാകാൻ പോവുകയാണ്. പക്ഷെ അത് മന്ത്രിയുമായിട്ട് ഇന്ന് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇത് ഫൈനലൈസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതവർ കേട്ട പാവൊന്നും അടിച്ചില്ല. കാരണം കേട്ട പാവൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ തെറിയൊന്നും പറയാൻ പറ്റില്ല ഇദ്ദേഹത്തെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ 15-18 കൊല്ലമായിട്ട് അവിടെ ഫീസ് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ നിരവധി കുട്ടികൾ ഇവിടെ വന്ന് ഈ കാർഷിക സർവകലാശാല മണ്ണുത്തിയിലൊക്കെ വന്ന് പഠിച്ചിട്ട് പോവാണ്. കാരണം ക്വാളിറ്റി വിദ്യാഭ്യാസം കിട്ടും, വളരെ കുറഞ്ഞ ഫീസും കൊടുത്താൽ മതി. മനസ്സിലായി? ഇലക്ട്രിസിറ്റിയും പെട്രോളൊക്കെ കൂടിയെങ്കിലും ഇത് മാത്രം എന്ത് ചെയ്തിട്ടില്ല, കൂട്ടാൻ മറന്നുപോയി. അങ്ങനെ ഇനി ഇദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിലവിൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്കും എന്ത് ചെയ്യണ്ട, ഫീസ് കൂടൂല. പകരം പുതിയതായി വന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഫീസ് കൂടുകയുള്ളൂ. അതിനാണ് പിന്നെ ഈ ശിവപ്രസാദ് അടക്കമുള്ള SFIയുടെ മറ്റേ പ്രമുഖരായിട്ടുള്ള ഗുണ്ടകളൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് ഇവർക്ക് വീടിൽ ഇദ്ദേഹം ഇല്ലെന്ന് മനസ്സിലായത്. വേഗം തന്നെ നേരെ പിടിച്ച് തമ്പാനൂർ ചെന്നു. തമ്പാനൂർ ഇദ്ദേഹം ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് ഭാഗ്യത്തിന് മറ്റേ TP ശ്രീനിവാസനെ പോലെ അടി കിട്ടിയില്ല. പുള്ളി കാറിൽ കയറി ഒരു കണക്കിന് രക്ഷപ്പെട്ടു. പിന്നെ ഇദ്ദേഹത്തെ പറഞ്ഞു വിടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. അതെന്താണെന്നറിയാമോ? ഇയാൾ ഈ സംസ്ഥാനത്തിന് പറ്റിയ ഒരാളല്ല പുള്ളി. കാരണം പുള്ളി ചെല്ലുന്നിടമൊക്കെ പുള്ളി നന്നാക്കാനൊക്കെ നോക്കും. നമ്മൾ ഗവൺമെൻറ് സർവീസിലേക്ക് കയറി അങ്ങനെ നന്നാക്കാൻ നോക്കരുത്. സുഖകരമായിട്ട് അവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എന്ത് ചെയ്യണം. ഇദ്ദേഹം KSEBയിൽ ഒരു കൊല്ലത്തിൽ താഴെ ഇരുന്നിരുന്നു ചെയർമാനായിട്ട്. ഈ KSEB ചെയർമാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം KSEB നന്നായി പോകുമെന്നുള്ള ഭയം രാഷ്ട്രീയക്കാർക്ക് വന്നു, അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വന്നു. ഇനി ആ ഉദ്യോഗസ്ഥരിൽ ചിലർ, അതായത് എഞ്ചിനീയർമാരുടെ സംഘടനയുണ്ട്, മറ്റു പല CATUവിൻ്റെ സംഘടന ഉണ്ടല്ലോ, ആ എഞ്ചിനീയർമാരുടെ സംഘടനയിലെ പ്രഗത്ഭനായിട്ടുള്ളൊരു മനുഷ്യൻ, അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഡയറി അടിച്ചു പോലും കോടിക്കണക്കിന് രൂപ പിരിക്കുന്നത്. കാരണം എല്ലാ കോൺട്രാക്ടേഴ്സും അതിനകത്ത് പരസ്യം കൊടുക്കും. ഏത് ഈ യൂണിയൻ്റെ ഡയറിക്ക്. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പുള്ളിക്ക് അല്ലെങ്കിൽ തന്നെ കസേര വാഴൂല. കാരണം പുള്ളിയുടെ ചെയർമാൻ്റെ കസേരയൊക്കെ ഇരിക്കും ബോർഡ് മീറ്റിങ്ങിന് വന്നിട്ട്. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉത്തർപ്രദേശിൽ പോലും ഉണ്ടാവില്ല. ചെയർമാൻ്റെ കസേരയിലേക്ക് ഒരു യൂണിയൻ നേതാവ് വന്ന് കയറിയിരിക്കും. പിന്നെ ബി അശോക് എന്ന് പറയണം, പ്ലീസ് ചേട്ടൻ ഒന്ന് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് ഇരിക്കുക, കാലൊക്കെ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യണത്. ഇതുപോലെയുള്ള ആളുകളാണ് യൂണിയൻ സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പുള്ളീനെ ലാസ്റ്റ് കൃഷ്ണൻകുട്ടിയൊക്കെ സഹായിച്ചിട്ട് പോലും മന്ത്രിയുടെ പിടുത്തത്തിൽ പോലും നിന്നില്ല. ഞാൻ അന്ന് തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കുമെന്ന്. ഇദ്ദേഹത്തെ അത് പുറത്താക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്ത് കൃഷി വകുപ്പിലേക്ക് വന്നത്. കൃഷി വകുപ്പിൽ വന്നപ്പോഴാണ് ഈ പറയുന്ന അടുത്ത പ്രശ്നം. ഇതിന് തൊട്ട് മുമ്പ് പുള്ളി വേറൊരു പ്രശ്നമുണ്ടായി. കഴിഞ്ഞ ജാനുവരിയിൽ പുള്ളി ഈ പറയുന്ന പോലെ കൃഷി വകുപ്പ് കമ്മീഷൻ ആയിട്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിഷ്കരണ കമ്മിറ്റി അധ്യക്ഷനാക്കി മാറ്റി. ആ ഓർഡറിൽ ചില ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് പുള്ളി ട്രിബ്യൂണലിൽ പോയി അപ്പം തന്നെ സ്റ്റേ മേടിച്ചു. ആ സ്റ്റേ മേടിച്ചിട്ടാണ് പുള്ളി തിരിച്ചവിടെ ഇരുന്നത് കഴിഞ്ഞ ജാനുവരി മുതൽ ഈ സമയം വരെ. ആ സ്റ്റേ മേടിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ഓണം വെക്കേഷൻ വരെ ഇവർ വെയിറ്റ് ചെയ്ത് നിന്നത്. ആ സ്റ്റേ മേടിച്ച് പുള്ളി വീണ്ടും ഇതിനകത്തേക്ക് വന്നു. ഒന്നാമത്തെ കാര്യം, പുള്ളിക്ക് നല്ല അറിവുള്ളൊരു മനുഷ്യനാണ്. പുള്ളിയുടെ ലേഖനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ പുള്ളി കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരക്കാർക്ക് പറ്റിയതല്ല. ഇത് യഥാർത്ഥത്തിൽ ജയതിലകരെ പോലെയുള്ള പ്രഗത്ഭരപതികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പറ്റുന്നതാണ്. കാരണം പ്രതികാര ബുദ്ധിയോടുകൂടി കാണുക, അഴിമതി നടത്തുക, സാധാരണ ഓഫീസിൽ വരാറില്ല എന്നൊക്കെയാണ് എൻ പ്രശാന്ത് എന്ന് പറയുന്ന പുള്ളിയുടെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വളരെ മേയർ ബ്രോ എന്നൊക്കെ വിളിച്ച് ഫേമസ് ആയിട്ടുള്ള പ്രശാന്ത് തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. ഇനി പ്രശാന്തിൻ്റെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പ്രശാന്ത് ഇപ്പോൾ പുതിയൊരു മറ്റേ ബുക്ക് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്, സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ബുക്ക് പ്രീ ബുക്കിംഗ് ഓഫറാണ്. ഷിബിലി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ്, ഇപ്പോൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് 200 രൂപ കിട്ടും, അല്ലെങ്കിൽ 250 രൂപ കൊടുക്കണം ബുക്കിന്. ഓക്കെ, RTI നിയമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ എന്ത് ചെയ്യാം, അവകാശങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്, നിയമത്തെക്കുറിച്ച് ഈ പറയുന്ന പോലെ സമഗ്ര പുസ്തകമാണ്. അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് അതിൻ്റെ കംപ്ലീറ്റ് കളികളും മനസ്സിലാക്കിയ എൻ പ്രശാന്ത് തന്നെ ഈ പുസ്തകം എഴുതുന്നതാണ്. ആ പുസ്തകത്തിന് വലിയ ചൂടൻ വിൽപ്പനയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഏതാണ്ട് പ്രശാന്തിൻ്റെ ചേട്ടനോ വല്യച്ഛനോ ആയി മാറാവുന്ന ലെവലിലുള്ള ഒരാൾ ബി അശോക് ഇതിനകത്തിരുന്ന് ഈ കളിക്കുന്നത്. പിന്നെ ബി അശോകൊക്കെ ഒരു മനസ്സിലാക്കണം, ഇത് കേരളമാണ്. ഇവിടെ അങ്ങനെ ഇങ്ങനെയൊന്നും കാര്യം നേരെയാക്കാൻ ആരും സംഭവിക്കില്ല. KSEB നേരെയാക്കാൻ പോണേ. പക്ഷെ നേരെയാക്കിയാൽ പിന്നെ ഇവിടെ നിന്ന് കൈയിട്ട് വരും ഷിബിലി. പിന്നെ പണിയെടുക്കേണ്ടി വരും. പണിയൊന്നും എടുത്ത് ശീലമില്ല. ഇപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബെഹ്റ DGP ആയിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പോലീസ് യൂണിയനിലെ ആൾ ബെഹ്റനെ ചീത്ത പറയുന്നത്, DGPയുടെ മുഖത്തൊക്കെ ചീത്ത പറയുന്നത് കേട്ടിട്ടുണ്ടെന്നാണ് ശ്രീലേഖ പറയുന്നത്. അപ്പോൾ അത്ര പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റമാണിത്.
പിന്നെ ഞാൻ ഇവിടെ നിന്നും അല്ല ചോർന്നേക്കണം, ബാക്കിയുള്ള സ്ഥലത്തൊന്നും അല്ല ചോർന്നേക്കണത്. ചോർന്നേക്കണത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ SFIയുടെ ഗുണ്ടകളെ ഇറക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. ഇപ്പം ഇതുകൊണ്ട് 2 പേർക്ക് ഗുണമുണ്ടാവും. ഒന്ന് തീർച്ചയായിട്ടും ശിവപ്രസാദിന് വലിയ ഗുണമുണ്ടാവും. മിക്കവാറും അടുത്ത സീറ്റ് പുള്ളിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആലപ്പുഴയിൽ എവിടെയെങ്കിലും ഉറച്ചിട്ടുണ്ട്. പക്ഷേ ജയിക്കോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജനം തീരുമാനിക്കണം. അതുകൊണ്ട് അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇതാണ് ഈ പറയുന്ന പോലെ ഒരു നമ്മൾ ഈ ബി അശോകിൻ്റെ കാര്യത്തിലുള്ളത്. സത്യത്തിൽ ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഇനി റിട്ടയർ ചെയ്യാൻ അധികമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് അദ്ദേഹം റിട്ടയർ ചെയ്യട്ടെ. ഈ കലാപകലുഷിതമായിട്ടുള്ള യുദ്ധഭൂമിയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യട്ടെ, ഒഴിവാകട്ടെ. പിന്നെ അദ്ദേഹത്തെ അങ്ങനെ തോൽപ്പിക്കാനും പറ്റില്ല. അദ്ദേഹം പറയണ എപ്പോഴും എന്താണെന്ന് അറിയാം, ഞാൻ അദ്ദേഹത്തിന് നിരവധി ഇൻ്റർവ്യൂകൾ കണ്ടിട്ടുണ്ട്. വെറുതെ എന്താ വെച്ചാൽ ഇപ്പോൾ മറ്റേ KSEBയുടെ ചെയർമാനൊക്കെ ആയിരിക്കും. അദ്ദേഹം പറയുന്നത് നിങ്ങളെന്നെ ഈ പൊസിഷനിൽ എത്തിയാൽ അവിടെ ജോലി ചെയ്യും. നിങ്ങളിനി മറ്റേ ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷനിലേക്ക് എത്തി ഞാൻ അവിടുത്തെ ജോലി എന്ത് ചെയ്യും. എനിക്ക് മറ്റേ വറീസൊന്നുമില്ല. പിന്നെ പ്രസാദ് ഒന്നും പറഞ്ഞിട്ടില്ല. ആരാന്ന കൃഷിമന്ത്രി? പുള്ളി CPIയുടെ സമ്മേളനത്തിലാണ്. പുള്ളി ലോകത്ത് മുഴുവൻ എന്ത് ചെയ്യണം, കേരളത്തിലെ പുള്ളിയുടെ കീഴിലുള്ള കാര്യങ്ങളിൽ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലോകം മുഴുവൻ എന്ത് ചെയ്യണം, നന്മയും നീതിയും നടപ്പിൽ വരുത്തണം എന്നുള്ള ആളാണ്. ശിവലി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ ഒരു പെൺകുട്ടി അഗ്നിക്കിരയായ നമ്മൾ എന്ത് ചെയ്യും, ദീപം തെളിക്കും. 9-13 വയസ്സുള്ള വാളയാറിൽ മരിച്ചുപോയ പെൺകുട്ടിയെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കും, കണ്ണുകൊത്തിയിരിക്കും. കാരണം വെച്ചാൽ അത് പറഞ്ഞാൽ നമുക്കിവിടെ പ്രശ്നം ഉണ്ടാവും. പിന്നെ നമ്മളെപ്പോലെയുള്ള കുറച്ച് ഈ നമ്മളെപ്പോലെയുള്ള ചെറിയ മണ്ടന്മാരും ബി അശോകിനെ പോലെയുള്ള കുറച്ചുകൂടി വലിയ മണ്ടന്മാരും ഒക്കെ ഇതൊക്കെ എന്ത് ചെയ്യും, പറയും. വലിയ തലവേദന ഇപ്പോൾ. ഇതിൻ്റെ താഴെയും വന്നിട്ട് മറ്റേ ബി അശോക് മറ്റേ രാഷ്ട്രീയമായി വിഭജിച്ചിരിക്കുന്ന ആളുകളാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും നമ്മളെയൊക്കെ എന്ത് ചെയ്യും, ചീത്ത വിളിക്കും. നീ പറഞ്ഞത് ശരിയല്ലേടാ. കാരണം അങ്ങനെ ഈ രാജ്യം എന്ത് ചെയ്യും, ഈ കേരളം എന്ത് ചെയ്യും, നശിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സത്യത്തിൽ ഈ പുതിയ തലമുറ മുഴുവൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് വഞ്ചിയിൽ നീന്തിയോ തുഴഞ്ഞോ എങ്കിലും എന്ത് ചെയ്യുന്നത്, പുറത്തു പോകാമെന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെ പണ്ട് സിനിമയെ കാണിക്കണല്ലോ, മറ്റേ ഉരുവ് കയറിയിട്ട് എന്ത് ചെയ്തു, ചെന്നൈയിൽ ഇറക്കി കൊടുത്തിട്ട് ഇത് ദുബായ് എന്ന് പറയുന്ന പോലെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എന്ത് ചെയ്യണം. അവിടെ 2ാം കിട പൗരന്മാരാണ് കാനഡയിലും അമേരിക്കയിലും ഒക്കെ. കുഴപ്പമില്ല. 2ാം കിട പൗരന്മാരോ തൊലി കറുത്തതിൻ്റെ കളിയാക്കലൊക്കെ സഹിക്കാം എന്ന് വിചാരിച്ച് പോണത് ഇതുകൊണ്ടാണ്. പിന്നെ കുറച്ച് പേര് സിവിൽ സർവീസ് എഴുതുകയും ബാക്കിയുള്ള കാര്യമൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും. പിന്നെ ഇതിൽ തന്നെ നിൽക്കാൻ അറിയാവുന്ന ആളുകൾക്ക് ഇനി ഷിബിലി വേറൊരു കാര്യം കൂടി പറഞ്ഞു. IAS IPS ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടയർ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഗൺമാനെയും ഹെൽപ്പറെയൊക്കെ എന്ത് ചെയ്യും, സർവീസിൽ നിന്ന് തരും. മര്യാദക്ക് റിട്ടയർ ചെയ്താൽ എങ്ങനെ, എല്ലാവർക്കും സന്തോഷത്തോട് റിട്ടയർ ചെയ്താൽ. അത് സ്ഥാപനം നന്നാക്കാൻ പോയാൽ ഒന്നും കിട്ടില്ല.